നമ്മളെല്ലാവരും നെറ്റ്ഫ്ലിക്സിൽ സീരീസും സിനിമകളും കാണുന്നവരാണല്ലേ. ആൻഡ് അതിൽ ഏതെങ്കിലും ഒരു ടൈമിൽ സംടൈംസ് നമ്മുടെ ഫേവറേറ്റ് ഷോ ക്യാൻസലായി പോയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സീരീസ് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നമുക്ക് ഇഷ്ടം പിടിച്ചു തുടങ്ങുമ്പോഴേക്കും ബൂം, ക്യാൻസൽഡ്. യെസ്, ഇറ്റ്സ് നെറ്റ്ഫ്ലിക്സിൻ്റെ മാസ്റ്റർ പ്ലാൻ. ആദ്യം നമുക്ക് തോന്നും, അയ്യോ ഇത്ര നല്ല സീരീസ് എന്തിനാ ക്യാൻസൽ ആക്കിയേ എന്നൊക്കെ. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് നെറ്റ്ഫ്ലിക്സ് മാസ്റ്റർ പ്ലാൻ. ഇതിന് പിന്നിൽ ഒരു കണക്കുകൂട്ടലുണ്ട്. നമ്മൾ കഥയെ എത്ര ഇഷ്ടപ്പെട്ടു, കഥാപാത്രങ്ങളോട് എത്ര കണക്റ്റായി, അതൊന്നും അവരുടെ പ്രധാന വിഷയമേ അല്ല. അവർ നോക്കുന്നത് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ആൻഡ് ആ കുറച്ച് കാര്യങ്ങളുടെ ടെസ്റ്റിൽ നമ്മുടെ ഫേവറേറ്റ് സീരീസ് പാസ് ആകുന്നില്ല എങ്കിൽ ബൈ, ദാറ്റ്സ് ദി എൻഡ്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, കഴിഞ്ഞ ഡെക്കേഡിലെ ഏറ്റവും വലിയ TV ഷോസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ബ്രേക്കിംഗ് ബാഡ്, ഫ്രണ്ട്സ്, ദി ഓഫീസ്, ഗെയിം ഓഫ് ത്രോൺസ്. ഇവയെല്ലാം ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരുള്ള, ഇന്നും പണമുണ്ടാക്കുന്ന ഷോകളാണ്. ഇനി ഇമാജിൻ യു ആർ നെറ്റ്ഫ്ലിക്സിൻ്റെ എക്സിക്യൂട്ടീവ്. ഇങ്ങനെയുള്ള ഷോകളാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നായിരിക്കുമല്ലേ നമ്മൾ ചിന്തിക്കുക. പക്ഷേ ആക്ച്വലി നെറ്റ്ഫ്ലിക്സ് അങ്ങനെ ചിന്തിക്കില്ല. കാരണം ഇവയിലൊന്നും ആദ്യകാലത്ത് വലിയ ഹിറ്റേ ആയിരുന്നില്ല. ബ്രേക്കിംഗ് ബാഡ് അതിൻ്റെ അവസാന സീസൺ സമയത്താണ് ഹിറ്റായത്. അതിനു മുൻപ് പലരും കണ്ടതുപോലുമില്ല. ഫ്രണ്ട്സും ആദ്യം വന്നപ്പോൾ ടെസ്റ്റ് ഓഡിയൻസിൽ പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. ആദ്യം സീസണുകൾക്ക് റേറ്റിംഗും മോശമായിരുന്നു. 3-4 സീസൺ ആയപ്പോഴാണ് ഹിറ്റ് ആകുന്നത്. ദി ഓഫീസോ ഫസ്റ്റ് സീസണിന് ശേഷം ഓൾമോസ്റ്റ് ക്യാൻസൽ ചെയ്യേണ്ടിയിരുന്നതാണ്. ഇവർക്കെല്ലാം ഉള്ള കോമൺ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ടുക്ക് ടൈം എടുത്തു, പല സീസണുകൾ എടുത്തു. പക്ഷേ നെറ്റ്ഫ്ലിക്സ് സീരീസുകൾക്ക് ആവറേജ് കിട്ടുന്ന സമയം എത്രയാണെന്നറിയോ? 2 സീസൺ. അതായത് ഈ ലെജൻഡറി ഷോകൾ ഇന്നത്തെ നെറ്റ്ഫ്ലിക്സ് റിലീസ് ആയിരുന്നുവെങ്കിൽ അവ ലെജൻഡറി ആകുന്നതിന് മുൻപേ ക്യാൻസലായി പോയേനെ. എന്തുകൊണ്ടാണ് നെറ്റ്ഫ്ലിക്സ് ഷോകൾക്ക് സമയം കൊടുക്കാത്തത്? കാരണം അവർ നോക്കുന്നത് കുറച്ച് മെട്രിക്കുകളാണ്. ഒന്നാമത്തേത് എന്താണെന്ന് വെച്ചാൽ പുതിയ സബ്സ്ക്രൈബർമാർ എത്ര പേർ വന്നു. പുതിയ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്താൽ ദേ വിൽ ബി ഹാപ്പി. പക്ഷേ ഒരു സീരീസ് കൊണ്ടാണോ ആളുകൾ വന്നത് എന്ന് കൃത്യമായി പറയാൻ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് ബുദ്ധിമുട്ടാണ്. സെക്കൻഡ് തിങ് ഇസ് ഫസ്റ്റ് മാസം എത്ര പേർ സീരീസ് കംപ്ലീറ്റ് ചെയ്ത് കണ്ടു. ഇത് നെറ്റ്ഫ്ലിക്സിന് ഭയങ്കര വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു നല്ല സീരീസ് കിട്ടിയാൽ പതുക്കെ സമയമെടുത്ത് ചിലപ്പോൾ പോസ് ചെയ്ത് വെച്ച് കാണുമല്ലേ. പക്ഷെ നെറ്റ്ഫ്ലിക്സിന് അത് വേണ്ട. അവർ പറയുന്നത് എല്ലാ എപ്പിസോഡുകളും ഒരുമിച്ചിട്ട് കൊടുത്തു, 1 മാസം സമയവും കൊടുത്തു. ഇനി ഇപ്പോഴും സ്റ്റിൽ യു ഹാവൻ കംപ്ലീറ്റഡ് ഇറ്റ്, യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ്. സിമ്പിൾ. മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം ഇസ് ദാറ്റ് നെറ്റ്ഫ്ലിക്സ് ഭയങ്കര അടിപൊളി ലൗഡ് സിനിമാറ്റിക് മാസ്റ്റർ പീസുകളെ ഒന്നും ആവശ്യമില്ല. അവരൊന്നും വേണ്ട. ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള വലിയ റിസ്ക് ഉള്ള കോടി ചിലവുള്ള ഷോകളൊന്നും ദേ ഡോണ്ട് നീഡ്. പകരം അവർക്ക് വേണ്ടത് എമിലി ഇൻ പാരീസ് പോലുള്ള ഷോകളാണ്. ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോഴോ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് കാണാൻ പറ്റുന്ന സീരീസുകൾ. ഇടയ്ക്കിടയ്ക്ക് നോക്കിയാൽ മതിയാവും. വി വിൽ അണ്ടർസ്റ്റാൻഡ് ദ ഫുൾ കഥ. That's why sometimes characters in Netflix speak in a slightly alien way. അവരെന്താണ് ചെയ്യുന്നത്, എന്താണ് ഫീൽ ചെയ്യുന്നത് സ്ക്രീനിൽ കാണിക്കാതെ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം നമ്മൾ സ്ക്രീനിൽ നോക്കാതെ ഇരുന്നാലും കഥ മനസ്സിലാക്കണം. തുണി കഴുകുമ്പോഴും വീട്ടിലെ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ്. അനദർ ഇമ്പോർട്ടൻറ്റ് മെട്രിക് ഈസ് എത്ര പേർ സീരീസ് ഫിനിഷ് ചെയ്തു എന്നതാണ്. സോഷ്യൽ മീഡിയയിൽ ആളുകൾ ഫുൾ സേവ് ദിസ് ഷോ എന്ന് പറഞ്ഞാലും നെറ്റ്ഫ്ലിക്സ് അധികം വലിയ മൈൻഡൊന്നും കൊടുക്കൂല. കാരണം അവർ നോക്കുന്നത് ഒറ്റ കാര്യമാണ്. ഇഫ് മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ഫിനിഷ് ദ ഫസ്റ്റ് സീസൺ, ഹൂ ഈസ് ഗോയിങ് ടു വാച്ച് ഇറ്റ് ഇഫ് എ സെക്കൻഡ് സീസൺ ഇസ് മെയ്ഡ്? ഇതിലൊക്കെ പെട്ട ഏറ്റവും വലിയ എക്സാമ്പിൾസിൽ 2 എണ്ണമാണ് 1899 ദ സൊസൈറ്റിയും. 1899 ഓർമ്മയുണ്ടോ? ഡാർക്ക് ഉണ്ടാക്കിയ അതേ ടീമിൻ്റെ സീരീസ്. റിലീസായ സമയത്ത് തന്നെ ഫേവറേറ്റ് ലിസ്റ്റിൽ കയറിയ ഒരു ഐറ്റം. കപ്പലും, പീപ്പിൾ ഫ്രം മെനി കൺട്രീസ്, മിക്സഡ് ലാംഗ്വേജസ്, ഡയലോഗ്സ്, സ്ലോ ബേൺ സ്റ്റോറി ടെല്ലിംഗ്. ദ സ്റ്റോറി വിൽ പ്രോഗ്രസ് ലൈക്ക് എ പസിൽ. ദാറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സിമ്പിൾ. ഇങ്ങനെയുള്ള സീരീസ് കാണാൻ നമുക്ക് എന്ത് വേണം? അറ്റൻഷൻ, പേഷ്യൻസ്. ഓരോ ചെറിയ ഡീറ്റെയിലും മനസ്സിലാക്കണം. ഓരോ എപ്പിസോഡ് കാണുമ്പോഴും ഫോൺ സ്ക്രോൾ ചെയ്താൽ കഥ പോയി, പിന്നെ ഒന്നും മനസ്സിലാവില്ല. ദിസ് ഇസ് എ ബിഗ് പ്രോബ്ലം ഫോർ നെറ്റ്ഫ്ലിക്സ് സിസ്റ്റം.
കാരണം 1899 പോലുള്ള സീരീസ് ആളുകൾ ബിഞ്ച് ചെയ്ത് തീർക്കുന്ന രീതിയിലല്ല. പലരും 2 എപ്പിസോഡ് കണ്ടിട്ട് പിന്നീട് നോക്കാം, ഫുൾ കോൺസെൻട്രേഷൻ വേണം എന്ന ലിസ്റ്റിൽ മാറ്റിവെക്കും. ചിലർ കൺഫ്യൂസായി നിർത്തിയിരിക്കാം, ചിലർക്ക് ഇഷ്ടമായിട്ടും സ്ലോ ആയി എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുമായിരിക്കും. ബട്ട് നെറ്റ്ഫ്ലിക്സ് ഡസൻ മെഷർ ദോസ് ഇമോഷൻസ്. അവർ നോക്കുന്നത് ആദ്യ മാസം എത്ര പേർ മുഴുവൻ സീസൺ ഫിനിഷ് ചെയ്തു എന്നതാണ്. 1899 പോലെയുള്ള ലെയേർഡ് സീരീസ് ആ ടെസ്റ്റിൽ യൂഷ്വലി ജയിക്കാറില്ല. കാരണം ഇതേപോലുള്ള സീരീസുകൾ ഫോൾസ് അണ്ടർ ദ സിറ്റ് ഡൗൺ ആൻഡ് തിങ്ക് കാറ്റഗറി. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ബട്ട് ദ സെയിം തിങ് became its enemy. The first season itself was a story with a big plan. The creators had prepared many seasons for it. പക്ഷേ നെറ്റ്ഫ്ലിക്സിന് പേഷ്യൻസ് ഇല്ല. കംപ്ലീഷൻ റേറ്റ് അവരുടെ പ്രതീക്ഷയ്ക്ക് താഴെയായതിനാൽ കട്ട്. അതുകൊണ്ടാണ് 1899 ക്യാൻസൽ ആയപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾ ഞെട്ടിയത്. ഇത്ര ക്വാളിറ്റിയുള്ള ഷോ എങ്ങനെ എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. ക്വാളിറ്റി ഇസ് നോട്ട് ഈക്വൽ ടു നെറ്റ്ഫ്ലിക്സസ് സക്സസ് മെട്രിക്. ഇതേ സെയിം തിങ് ഹാപ്പൻഡ് വിത്ത് ദി സൊസൈറ്റി ഓൾസോ. അനദർ എക്സാമ്പിൾ. ഒരു ദിവസം ടൗണിലുള്ള വലിയ ആൾക്കാരെല്ലാം ഡിസപ്പിയർ ആകുന്നു. ബാക്കിയുള്ളത് ടീനേജർമാർ മാത്രം. അവർ തന്നെ സൊസൈറ്റി ബിൽഡ് ചെയ്യണം, റൂൾസ് ഉണ്ടാക്കണം, പോളിറ്റിക്സ്, പവർ, സ്ട്രഗിൾ, സർവൈവൽ. കോൺസെപ്റ്റ് കേട്ടാൽ തന്നെ എക്സൈറ്റിംഗ്. ഫസ്റ്റ് സീസൺ സ്ലോ ആയി വേൾഡ് ബിൽഡ് ചെയ്യും, ക്യാരക്ടേഴ്സ് ഡെവലപ്പ് ചെയ്യും, ഫ്യൂച്ചർ സീസൺസിലേക്ക് വലിയ സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതും നെറ്റ്ഫ്ലിക്സ് ഫോമിലേക്ക് മാച്ച് ആയില്ല. കാരണം ഇത് ക്വിക്ക് എൻ്റർടൈൻമെൻ്റ് അല്ല. റിലേഷൻഷിപ്സ്, മോറൽ ഡിലമാസ്, ലീഡർഷിപ്പ് കോൺഫ്ലിക്ട്സ്. ഇറ്റ്സ് നോട്ട് ബിഞ്ച് മെറ്റീരിയൽ that everyone finishes in the first month. പിന്നെ പാൻഡമിക് സമയത്ത് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി, അൺസർട്ടനിറ്റി കൂടി. നെറ്റ്ഫ്ലിക്സും ചോദിച്ചു, ഇതിന് ഇൻവെസ്റ്റ്മെൻറ്റ് വർത്ത് ആണോ? കംപ്ലീഷൻ നമ്പേഴ്സ് ഓൾറെഡി മൈൻഡ് ബ്ലോയിങ് ആയിരുന്നില്ല. അപ്പോൾ ഡിസിഷൻ സിമ്പിൾ, ക്യാൻസൽ. ഇവിടെ ഏറ്റവും സാഡസ്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ സൊസൈറ്റിക്ക് വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പെറ്റീഷൻസ്, ഹാഷ്ടാഗ്സ്, ഫാൻസ് ബെഗ്ഗിങ് ഫോർ സീസൺ 2. ബട്ട് നെറ്റ്ഫ്ലിക്സ് ഡേറ്റ won't change just because we cry. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈവൻ ദോ യു ആർ ലൗഡ്, മെജോറിറ്റി ഫസ്റ്റ് സീസൺ ഫിനിഷ് ചെയ്തില്ല. അതുകൊണ്ട് ബിസിനസ് സൈഡിൽ സീസൺ 2 ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. 1899 ദ സൊസൈറ്റിയും രണ്ടും ഒരേ പ്രശ്നത്തിൽ വീണു. രണ്ടും ആംബീഷ്യസ് ലോങ് ടേം സ്റ്റോറി ടെല്ലിംഗ് ഉള്ള സീരീസുകൾ. രണ്ടും ക്രിയേറ്റേഴ്സ് ഫ്യൂച്ചർ സീസൺ മനസ്സിൽ വെച്ചാണ് ഫസ്റ്റ് സീസൺ എഴുതിയത്. രണ്ടും ഓഡിയൻസ് സ്ലോലി ഡിസ്കവർ ചെയ്യേണ്ടിയിരുന്നതായിരുന്നു. പഴയ കാലത്ത് ഇങ്ങനെയുള്ള ഷോകൾ വേർഡ് ഓഫ് മൗത്ത് കൊണ്ട് സീസൺ 3, 4 ഒക്കെ ആകുമ്പോൾ കൾട്ട് ക്ലാസിക്സ് ആയാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സ് എറയിൽ ടൈമില്ല, ഇമ്മീഡിയറ്റ് പെർഫോമൻസ് വേണം. അതേസമയം ഒരു ലൈറ്റ് റോംകോം സീരീസ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്താലും മനസ്സിലാകുന്ന ടീം ഡ്രാമ ആളുകൾ ഫുൾ അറ്റൻഷൻ കൊടുക്കാതെ തന്നെ എപ്പിസോഡ്സ് ഓട്ടോ പ്ലേ ആയി തീരും. കംപ്ലീഷൻ റേറ്റ് ഹൈ. നെറ്റ്ഫ്ലിക്സും ഹാപ്പി. സീസൺ 2 ഗ്രീൻ ലൈറ്റ്. നെറ്റ്ഫ്ലിക്സ് എന്തിനാണ് ക്വാളിറ്റി ഷോകൾ ക്യാൻസൽ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ അവർ ക്വാളിറ്റി നോക്കിയല്ല, അതിൻ്റെ ബിഹേവിയർ നോക്കിയാണ് തീരുമാനിക്കുന്നത്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഹൗ ഇൻറ്റൻസ്ലി വി ലവ്ഡ് ഇറ്റ്, ഇറ്റ് മാറ്റേഴ്സ് ഹൗ ക്വിക്ക്ലി യു ഫിനിഷ്ഡ് ഇറ്റ്. 1899 പോലുള്ള സൈഫൈയും ദ സൊസൈറ്റി പോലുള്ള സ്ലോ ബേൺ ഡ്രാമയും ഇറ്റ് സ്റ്റോപ്ഡ് in silence as soon as it started telling the story. So, if you were a Netflix producer, what would you do? Emily in Paris, Never Have I Ever പോലത്തെ ഷോസ് ചെയ്യുമോ, അതോ ഗെയിം ഓഫ് ത്രോൺസ് ഒക്കെ പോലത്തെ സീരീസുകൾ എടുക്കുമോ?